ആപ്കി അദാലത്തിൽ ടീം ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ശിഖർ ധവാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കുസൃതിക്കാരനാണ് എന്നുള്ളതാണ്. ശിഖർ, ഞാൻ അറിഞ്ഞത് കുട്ടിക്കാലത്ത് താങ്കൾ പോസ്റ്റ് ബോക്സിനുള്ളിൽ പടക്കമൊക്കെ ഇട്ടെന്ന് അറിഞ്ഞു. അതെ, സത്യമാണ്. ചെറിയ പ്രായത്തിലൊക്കെ ഈ ദീപാവലിയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നത് ഒരു തമാശയായിരുന്നു. ഈ വലിയ പടക്കം എടുത്ത് ലെറ്റർ ബോക്സിനകത്ത് ഇടുമായിരുന്നു. എല്ലാ ബോക്സുകളും പൊട്ടിത്തെറിക്കും. പിന്നെ വേറൊരു കാര്യം, ഈ ആളുകൾക്ക് ലെറ്റർ വരുമ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ കീറിക്കളയുമായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഞങ്ങളെ തേടി വീട്ടിൽ വരുമായിരുന്നു. എന്നിട്ട് കുട്ടികളത് എവിടെയാണ് കീറിക്കളഞ്ഞതെന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് കുട്ടിക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിറയെ തല്ലൊക്കെ കിട്ടിക്കാണും. ഉറപ്പായിട്ടും ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ സമയത്തൊക്കെ എല്ലാവർക്കും പൊതുവെ നല്ലോണം തല്ല് കിട്ടാറുണ്ട്. മുഴുവൻ സമയവും കളിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. കുറച്ചു നേരം മാത്രമേ പഠിക്കൂ. ആ കാരണം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട് ഈ കുറച്ചു നേരം പഠിക്കുന്നതുകൊണ്ട്. അച്ഛനെപ്പം നോക്കിയാലും പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ പറയൂ. അതെ, സത്യമാണ്. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പഠിക്കണമെന്നായിരുന്നു പറയാറ്. ഞാൻ പഠിച്ച് വലിയൊരാളാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് ഈ പഠിക്കുന്ന കാര്യം തീരെ ശരിയാവില്ല. കളിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ കൂടുതൽ ചിന്തിക്കാറ്. പഠിക്കുന്നതൊന്നും എനിക്ക് തലയിൽ കയറില്ല. കഷ്ടപ്പെട്ട് 2-3 മണിക്കൂറൊക്കെ പഠിക്കും. ചിലപ്പോഴൊക്കെ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കും. 3 മണിക്കൂർ നേരം എടുത്ത് പഠിച്ചതൊക്കെ 10 മിനിറ്റ് കൊണ്ട് മറന്നു പോകും. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞത് താങ്കളുടെ അമ്മ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ താങ്കളെ വീടിനുള്ളിൽ വെച്ച് പൂട്ടിയിട്ട് പോകുമെന്നാണ്. അത്രയ്ക്ക് കുസൃതിയാണെന്ന്. അതെ, അത് എന്താണെന്ന് വെച്ചാൽ അമ്മ എന്തെങ്കിലും പ്രൊവിഷൻ വാങ്ങാൻ പോവുകയാണെങ്കിൽ, ഞാനെന്ന് ഇളയവനായിരുന്നു, എനിക്ക് 2 സിസ്റ്റേഴ്സും ഉണ്ട്. ഞാൻ അവരെക്കാളും ഇളയതാണ്. അതുകൊണ്ട് എന്നെ അവർ ലോക്ക് ചെയ്തിട്ടായിരുന്നു പോവാറ്. ഒരു തവണ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു തവണ എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നിരുന്നു ഉച്ചയ്ക്ക് എന്നെ കളിക്കാൻ വിളിക്കാൻ. അപ്പോൾ എനിക്ക് പുതിയ ബാറ്റ് കിട്ടിയിരുന്നു. ആ ബാറ്റ് ഞാൻ ഷാളിൽ കെട്ടി നേരെ അവർക്ക് താഴെ ഇട്ട് കൊടുത്തു. ബാറ്റ് താഴെ എത്തിയപ്പോൾ എനിക്കും അവരുടെ കൂടെ കളിക്കണമെന്ന് തോന്നി. ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, ഈ ഷാൾ നിങ്ങളൊന്ന് പിടിക്കും, ഞാനൊന്ന് താഴെ പോയിക്കോട്ടെ എന്ന്. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ മെല്ലെ ആ ഷാളും പിടിച്ചുകൊണ്ട് താഴോട്ട് ഇറങ്ങി. അപ്പോൾ അത് അമ്മ കണ്ടു. എന്നിട്ട് അമ്മ ഷോക്കായി. എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് നീ കളിക്കാൻ വന്നതെന്ന്. അമ്മ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, പപ്പു നീ വീട്ടിലേക്ക് വാ. ഞാനങ്ങനെ വീട്ടിൽ പോയിട്ട് എനിക്ക് നല്ലോണം തല്ല് കിട്ടി. അമ്മ തല്ല് എനിക്കധികം വേദനിക്കാറില്ല, കാരണം ഞാൻ അപ്പോഴും കുറച്ച് സ്ട്രോങ് ആയിരുന്നു. അച്ഛൻ തല്ലുകയാണെങ്കിൽ എനിക്ക് വേദനിക്കും, പക്ഷേ അമ്മ തല്ലുകയാണെങ്കിൽ വേദനിക്കില്ല. ഞാൻ കുറച്ച് സ്ട്രോങ് ആയിരുന്നു. നമ്മളൊരു നല്ല ക്രിക്കറ്ററായിട്ട് മാറുകയാണെന്ന് ബബുവിന് എപ്പോഴാണ് മനസ്സിലായത്? ബബ്ബു എപ്പോഴാ തിരിച്ചറിഞ്ഞെന്ന് വെച്ചാ, ഞാൻ 16 വയസ്സുള്ളപ്പോൾ ഡൽഹി ടീമിന് വേണ്ടി കളിച്ചിരുന്നു. ഒരു തവണ കളിച്ചിരുന്നു. അന്ന് ഞാൻ 2 മാച്ച് കളിച്ച് പിന്നീട് ഞാൻ ഡ്രോപ്പായി. അതെനിക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നീട് അടുത്ത വർഷം ഞാൻ വീണ്ടും ടീമിലേക്ക് കയറി. അപ്പം മുതൽ നല്ലോണം കളിച്ച് ടീമിൽ സ്ഥിരമാവണമെന്ന് ഞാൻ തീരുമാനിച്ചു. അത് ഞാൻ സാധിച്ചു. പക്ഷേ ചില പ്ലേയേഴ്സ് ഡ്രോപ്പ് ആയതുകൊണ്ടാണ് താങ്കൾക്ക് ചാൻസ് കിട്ടിയെന്നുള്ളത് സത്യം. തീർച്ചയായിട്ടും അത് സത്യമാണ്. അണ്ടർ 17 എനിക്ക് ചാൻസ് കിട്ടിയപ്പോൾ 2 മാച്ചുകളിൽ ഞാൻ ശരിക്കും കളിച്ചില്ല. അതുകൊണ്ട് ഞാൻ പുറത്തായി. അടുത്ത വർഷം ഞാൻ കളിക്കാൻ ചെന്നപ്പോൾ ഒരുപാട് പേർക്ക് പ്രായം ഒരു പ്രശ്നമായി. അവരെൻ്റെയൊക്കെ സീനിയർ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാൻസ് കിട്ടി. ആ വർഷം ഞാൻ അണ്ടർ 16 ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് റൺസ് സ്കോർ ചെയ്തു. പിന്നെ ഞാൻ അണ്ടർ 17 ഏഷ്യ കപ്പ് കളിച്ചിരുന്നു, അത് ബംഗ്ലാദേശിൽ പോയിട്ട്. പിന്നെ സ്റ്റേറ്റ് ലെവലിലും എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ വീരേന്ദ്ര സെവാങ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് മാറിയതുകൊണ്ടാണ് ആ സ്ഥലം ഒഴിഞ്ഞു കിടന്നതുകൊണ്ട് താങ്കൾക്ക് കിട്ടിയതായിട്ടാണ് പറയുന്നത്. അതെ, ടെസ്റ്റ് മാച്ചിൽ എന്താ പറയുക, 2013 ആ സമയത്ത് വീരുഭായ് കളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം 2 മാച്ചുകൾ കളിച്ചു. പക്ഷേ 3-ാമത്തെ മാച്ചിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അന്ന് എനിക്കൊരു നല്ല ചാൻസ് കിട്ടി. അത് ടെസ്റ്റിലാണ്. പിന്നെ ODI 2010 അത് ഓസ്ട്രേലിയക്കെതിരായിട്ടാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത്. ആ ഓസ്ട്രേലിയക്കെതിരായ സീരീസിൽ എനിക്ക് അംഗമാവാൻ പറ്റി. അതിൽ വീരുഭായും പിന്നെ ഗൗതിഭായും കളിച്ചില്ല. അതുകൊണ്ട് എനിക്ക് അംഗമാവാൻ പറ്റി. അപ്പോൾ അവർ റെസ്റ്റിലായിരുന്നു. വൺ ഡേ. അതെ, വൺ ഡേയിൽ. ആ വൺ ഡേ ആണ് താങ്കൾക്ക് നല്ല ഡെബ്യൂ ആയിട്ട് മാറിയത്. ധാരാളം റണ്ണും എടുത്തു. ഇല്ല, വൺ ഡേയിൽ ഞാൻ ഡെബ്യൂട്ടിലെ 0-ൽ തന്നെ ഔട്ടായി. ഞാൻ ഔട്ടായിട്ട് തിരിച്ച് നടന്നു പോകുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ആലോചിച്ചു, 100 റൺ എടുക്കണമെന്ന ചിന്തയായിട്ട് വന്നിട്ട് 0-ൽ ഔട്ടായല്ലോ എന്ന്. ആ ചിന്തയോടുകൂടി ഞാനങ്ങ് പോയി. പിന്നെ ആ സീരീസിൽ ഈ ഒരു കാര്യം കൂടി നടന്നു. അതായത് എൻ്റെ ഡെബ്യൂട്ടിൽ, അതായത് ഫസ്റ്റ് മാച്ചിൽ. അന്ന് നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസം മാച്ചുണ്ട്. അന്ന് രാത്രി ഞാൻ ഒരുപാട് ഉറങ്ങാൻ നോക്കി. ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ള എൻ്റെ സ്വപ്നമായിരുന്നല്ലോ. സ്വപ്നം സാധിച്ചു. ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് രാത്രി എനിക്ക് ശരിക്കും ഉറങ്ങാനേ പറ്റിയില്ല. രാത്രി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ അടുത്ത ദിവസം എനിക്ക് ടെൻഷനായിരുന്നു. നൈറ്റ് ഉറങ്ങാതെ അടുത്ത ദിവസം എങ്ങനെ എനർജി കിട്ടുക? പിന്നെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അടുത്ത ദിവസം നല്ല മഴയായിരുന്നു. മാച്ചാണെങ്കിൽ കോൾഡ് ഓഫ്. എനിക്കപ്പോൾ നല്ല സന്തോഷമായി, കാരണം ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല, പ്രിപ്പയർഡും അല്ല. അപ്പോൾ അടുത്ത മാച്ചിന് മുന്നേ ഞാൻ കുറച്ച് സ്ലീപ്പിംഗ് വില്ല് തരാൻ പറഞ്ഞു. ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമല്ലോ. അതുകൊണ്ട്
പക്ഷേ ആദ്യത്തെ മാച്ച് കളിക്കുന്ന സമയത്ത് താങ്കൾക്ക് കുസൃതി ഒന്നുമില്ല, പക്ഷെ കുറച്ച് നെർവസ് ആയിരുന്നു അല്ലേ? തീർച്ചയായും വളരെ നെർവസ്നെസ് ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കുസൃതികളെ പറ്റിയൊന്നും ചിന്തിക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ മനസ്സ് മുഴുവനും ഇതായിരുന്നു, ഹാർട്ട് ബീറ്റും അധികമായിരുന്നു. പക്ഷെ നന്നായിട്ട് കളിക്കാൻ തുടങ്ങിയ സമയത്ത് കുസൃതിയും കൂടി. അത് പിന്നെ അത് സത്യമാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ സോളിൻ്റെ ഒരു പകുതി ക്യാരക്ടർ. പണ്ട് മുതലേ ഞാൻ കുസൃതികൾ കാണിക്കും. അതെനിക്ക് അധികം മാറ്റാൻ സാധിച്ചില്ല. ഗബ്ബർ സിംഗ് എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അതെ, സത്യമാണ്. ക്രിക്കറ്റിൽ എല്ലാവരും എന്നെ ഗബ്ബർ സിംഗ് എന്നാണ് വിളിക്കാറ്. എന്നെ ശിഖർ എന്ന് വിളിക്കുന്നത് വളരെ കുറവാണ്, ഗബ്ബർ എന്നാണ് വിളിക്കാറ്. അത് ആ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഞാൻ രഞ്ജി ട്രോഫി കളിക്കുന്ന സമയത്ത് ഡൽഹിക്ക് വേണ്ടി ഒരു സില്ലി പോയിന്റ് പിടിച്ചിരുന്നു. അതായത് മറ്റു ടീമുകളൊക്കെ പാർട്ട്ണർഷിപ്പോട് കൂടി കളിക്കും, എല്ലാവരും ശാന്തരായിരിക്കും, പിന്നെ പറയും ഞാൻ എല്ലാവരും എടുക്കുന്നതിൽ കില്ലാടിയാണെന്ന്. ഞാൻ ഓടുന്നത് നോക്ക്, അമ്പയറിന് പോലും എന്നെ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ. കാരണം ഞാൻ ആരെയും വഴക്കൊന്നും പറഞ്ഞില്ല, എല്ലാവരും എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കോച്ച് വിജയ് ദഹിയ സാർ, അദ്ദേഹം എനിക്ക് ഗബ്ബർ എന്ന് പേരിട്ടു. പിന്നെ അങ്ങോട്ട് എല്ലാവരും എന്നെ ഗബ്ബർ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഷോയിലെ ഡയലോഗ്സ് ഒക്കെ പ്ലേയേഴ്സിനോട് പറയൂ? അതൊക്കെ നടക്കും. ഈ ഷോയിലെ ഡയലോഗ്, അതായത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യും. അതായത് താങ്കൾ ഈ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് അത് എല്ലാവർക്കും അറിയാം. അതായത് ഈ കബഡി പ്ലേയേഴ്സ് ബോൾ പിടിക്കുന്ന പോലെയാണ് താങ്കൾ പിടിക്കുന്നത്. അതെ, സത്യമാണ്. അങ്ങനെ തന്നെ ചെയ്യും. അത് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ആൺകുട്ടിയാണെന്ന ഫീൽ വരും ഈ തൊടയടിച്ച് ചെയ്യുമ്പോൾ. ചില സമയങ്ങളിലൊക്കെ അഗ്രഷൻ തോന്നും, അഗ്രഷനിൽ നിന്ന് പുറത്ത് കടക്കണം. അത് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അടുത്ത പ്ലെയർ എന്നെ ഔട്ടാക്കുമ്പോൾ അവരും അങ്ങനെ തന്നെ തിരിച്ച് ചെയ്ത് കാണിക്കും. അപ്പോൾ എനിക്ക് ചിരിയാണ് വരാറ്, കാരണം നിങ്ങൾ എന്നെ അനുകരിക്കുകയാണല്ലോ എന്ന്. സർ, ഞാനും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. പക്ഷേ പഠിത്തവും ക്രിക്കറ്റും ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല സർ. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടൈമിൽ രണ്ടും എങ്ങനെയാണ് മാനേജ് ചെയ്തത്? പഠനം വളരെ പ്രധാനം തന്നെയാണ്. അതായത് സ്കൂൾ ടൈമിലൊക്കെ നോക്കുകയാണെങ്കിൽ പഠനം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ കളിക്കാൻ പോകുമായിരുന്നു. ഗ്രൗണ്ടിലേക്ക് പോയി ഏകദേശം 2 മണിക്കൂറൊക്കെ കളിച്ചതിന് ശേഷം തിരിച്ചു വരൂ. പിന്നെ വന്നിട്ട് ഹോംവർക്ക് ചെയ്യുക, പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. നിങ്ങൾ 2 കാര്യങ്ങളും ഒരുപോലെ മാനേജ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അധ്വാനം കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. ക്രിക്കറ്റിന് ചിലവഴിക്കുന്ന അത്രയും സമയം തന്നെ നിങ്ങൾ പഠനത്തിലും ചിലവഴിക്കേണ്ടി വരും. അതായത് ഈ സ്പോർട്സിൽ ഏർപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കൂടുതൽ ഉണ്ടാക്കും. അത് ഓരോ യങ്സ്റ്ററിനെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതായത് സ്പോർട്സിൽ ഏർപ്പെടുക എന്നത്, അത് ഏത് സ്പോർട്സ് ആയാലും ശരി. നിങ്ങൾക്ക് യോഗ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ഉണ്ടാവുകയുള്ളൂ. അത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഹെൽത്ത് നന്നായിരിക്കും, പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും വളരെ ഇൻക്രീസ് ആകും. ഒരു തവണ നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ മൂവ് കാണിച്ചാൽ നന്നായിരിക്കും സർ. ഏത് ക്യാച്ച് എടുത്താൽ ഉടനെ പിടിച്ചതിന് ശേഷമുള്ളതോ? അത് എഴുന്നേറ്റ് നിന്ന് ചെയ്താലേ ശരിയാവും.